പേരെന്താ? ഷിഖിൽ. ഷിഖിൽ. കോഴിക്കോട്. താങ്കളെ ബിപിൻ. കോഴിക്കോട്. ഞാൻ പോലും പാടാറുണ്ടല്ലോ. ജീവിതം ചിലപ്പോ മാറ്റി പറയാൻ പറ്റില്ല. നമസ്കാരം. പേര്? വിജിൻ. എവിടുന്നായിരുന്നു? അത്തോളി. കോഴിക്കോട്. കോഴിക്കോട്. എവിടുന്ന്? അല്ലെ. അപ്പൊ ഒരു ചെറിയൊരു ചോദ്യമാണ്, യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. ചെറിയൊരു ചോദ്യം, ആൻസർ പറഞ്ഞാൽ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. അത് എവിടെയാ? മലപ്പുറം. മലപ്പുറത്ത് എവിടാ? മലപ്പുറം ടൗണിൽ തന്നെ, ഏകദേശം മഞ്ചേരിക്ക് അടുത്ത്. നാട്? മഞ്ചേരി തന്നെ. എല്ലാരും മലപ്പുറം. കാണുമ്പോ ഒരു കലാകാരനാണെന്ന് തോന്നിയിട്ടാണ് വന്നത്. ആയിക്കോട്ടെ. എവിടെയാ സ്ഥലം? ഇരുനാവിലാണ് സ്ഥലം. ഇരുനാവില്. ഏത് ട്രൂപ്പ് പാടുന്നുണ്ടോ? ട്രൂപ്പിലുണ്ട്. ഞാൻ മയ്യിൽ അധീന നാടക കുസൃതി ചോദ്യമായിട്ടാണ്. ചോദ്യം ഇതാണ്. ഉന്നിടമ്മയെ കണ്ടോരുണ്ടോ പൊന്നി കരയുന്നേ, ഒളിച്ചൊരു മോഹമെല്ലാം കണ്ണുത്തരങ്ങടെ തുള്ളികള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടുന്നത് നമ്മുടെ പറശ്ശിനിക്കടവ് പൊന്നുമുത്തപ്പന്റെ തിരുസന്നിധിയിലാണ്. ആദ്യം തന്നെ ഈ തിരുസന്നിധിയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ മുത്തപ്പന്റെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഹായ്, നമസ്കാരം. പേരെന്താ? എവിടുന്ന് വരുന്നത്? കോഴിക്കോട്. പേരെന്താ? ഷിഖിൽ. കോഴിക്കോട്. താങ്കളെ ബിപിൻ. കോഴിക്കോട്. കോഴിക്കോട്. അജിത്ത്. കോഴിക്കോട്. സുജേഷ്. കോഴിക്കോട്. ഇതിൽ ആരും പാട്ട് പാടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അല്ലെ മിമിക്രി കണ്ടപ്പോൾ പാടും എന്നൊരു തോന്നലുണ്ട്. പാടുക? അല്ല, ഒരു 4 വരി പാടിയാ മതി. ചെറുതായിട്ട് ഒന്നും അറിയാതെ ഞാൻ പോലും പാടാറുണ്ടല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഒരവസരമായി പോയതൊക്കെ ചിലപ്പോ ജീവിതം ചിലപ്പോ മാറ്റി പറയാൻ പറ്റില്ല. ഓക്കെ. ഒരു ചോദ്യം ചോദിക്കുകയാണേ. അപ്പൊ ചെറിയൊരു സമ്മാനമുണ്ട്. ചോദ്യം ഇതാണ്, 2 സുന്ദരിമാരുടെ പേര് പറഞ്ഞാൽ ഒരു ജോലിയായി. സുന്ദരി തന്നെ വേണ്ട, പെൺകുട്ടികളുടെ പേര്. കുസൃതിയാണ്. 2 സുന്ദരിമാരെ പേര് പറഞ്ഞാല് ഒരു ജോലിയായി. ജോലിയുടെ പേരും കൂടിയാണ്. ആലോചിച്ചോ? പറയൂ. എന്തെങ്കിലും 2 പേര് പറയൂ. അറിയില്ല. ഒന്ന് ഗസ്. 2 ഏതെങ്കിലും അടുത്ത വീട്ടിലും ഉണ്ടാവില്ല പെൺകുട്ടികൾ. ജോലിന്റെ പേരോ? 2 പെൺകുട്ടികളുടെ പേര് അറിയാം. അഞ്ചു. 2 പേര് പറയാം. 2 പേര്. ലക്ഷ്മി. അപർണ. 2 പേരാ പറയാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പേര് ഇവിടെ പറയാൻ പറ്റിയിട്ടില്ല. തന്നെ യൂട്യൂബിൽ കാണാം. നിങ്ങളെ യൂട്യൂബിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും എല്ലാം കാണാം കേട്ടോ. മാംബോ മീഡിയ. അതുപോലെ ഇൻസ്റ്റാഗ്രാം സുരേഷ് ഗോപാലാണ്. എന്നാ എന്തായാലും കാണാം. നിങ്ങൾ ഇവിടത്തേക്കായിട്ട് വന്നാണോ? അതെ അല്ലേ, രാവിലെ വന്നോ? ഓക്കെ. എന്തായാലും എല്ലാവരും നല്ലതായി ഇരിക്കട്ടെ. അതന്നെ. ഇത് നാളെ അപ്ലോഡ് ചെയ്യും. നാളെയല്ല, ബുധനാഴ്ച. നാളെ ഒന്ന് ചെയ്യാനുണ്ട്. ഒരു ആൻസർ പറഞ്ഞുണ്ട്. നമസ്കാരം. പേര്? വിജിൻ. എവിടുന്ന് വരുന്നത്? അത്തോളി. കോഴിക്കോട്. എവിടുന്ന്? കോഴിക്കോട് തന്നെ. സരോജിനി. കോഴിക്കോട് തന്നെ അല്ലേ. ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ഈ ക്യാഷ് പ്രൈസ് നൽകുന്നത് ടിക്ടോക്ക് താരം ഷാജി കണ്ണൂരാണ്. ഒരുപാട് 40,000 വീഡിയോ ചെയ്ത് ഒരു താരമാണ്. ചോദ്യം ഇതാണ്, 2 സുന്ദരിമാരുടെ പേര് പറഞ്ഞ ഒരു ജോലിയായി. സുന്ദരി എന്നാണെന്നില്ല, 2 പെൺകുട്ടികളുടെ പേര് പറഞ്ഞാല് ഒരു ജോലിയുടെ പേരും കൂടിയായി. ജോലിയായി. 2 പെൺകുട്ടികളുടെ പേര്. സുന്ദരി ഏതായാലും സുന്ദരിയാണെന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. 2 പെൺകുട്ടികളുടെ പേര് പറയൂ.
സുന്ദരിമാരെ വീരൊന്നല്ല, സുന്ദരി തന്നെ ആണെന്നില്ല. രണ്ട് പെൺകുട്ടികളുടെ പേര് അത് പറഞ്ഞാല് ഒരു ജോലിയായി. രണ്ടു പേര് പറയണം. എന്തായാലും അല്ല, അതല്ല ഉത്തരം. അപ്പൊ ആർക്കും കിട്ടുന്നില്ല അല്ലെ? പേര് അജയ്. എവിടെ നിന്ന് വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട്. ഇന്ന് എല്ലാവരും കോഴിക്കോട് നിന്നാണ് വരുന്നത് അല്ലെ? കോഴിക്കോട് തന്നെ. അതെ, കോഴിക്കോട്. നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുന്ന ആൾക്കാരുണ്ടോ? മിമിക്രി അങ്ങനെയൊന്നുമില്ല അല്ലെ? അപ്പൊ ഒരു ചെറിയൊരു ചോദ്യമാണ്. രണ്ട് പെൺകുട്ടികളുടെ പേര് പറഞ്ഞാല് ഒരു ജോലിയായി. ജോലിയുടെ പേര്. രണ്ട് പെൺകുട്ടികളുടെ ഐഡിയ. രണ്ട് പെൺകുട്ടികളുടെ പേര് ജോലി. പേര് പറഞ്ഞ സ്വിഗ്ഗി അല്ല. കിട്ടോ? ഓക്കെ. എന്നാലും പേര് പറയൂ. അഖിൽ. എവിടെ നിന്ന് വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട്. വിഷ്ണു. കോഴിക്കോട് തന്നെ. അശ്വിൻ. കോഴിക്കോട്. തന്നെ. ആരെങ്കിലും പാട്ട് പാടുവോ? ആരും പാടൂല അല്ലെ? ചെറിയൊരു ചോദ്യമാണ്. രണ്ട് പെൺകുട്ടികളുടെ പേര് പറഞ്ഞാൽ ഒരു ജോലിയായി. പെൺകുട്ടികളെ ജോലി ഇല്ല, അറിയില്ല. ഓക്കെ. എന്തായാലും സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരമുണ്ട്. എന്റെ പേര് അഭിഷേക്. എവിടെ നിന്നായിരുന്നു? കോഴിക്കോട് അല്ലെ? ചെറിയൊരു കുസൃതി ചോദ്യമാണ്. അതിന് ആൻസർ പറഞ്ഞാൽ ചെറിയൊരു പ്രൈസ് ഉണ്ട്. ചോദിക്കട്ടെ? പാട്ട് പാടുവോ? ഇല്ല അല്ലെ? ചോദ്യം ഇതാണ്. രണ്ട് പെൺകുട്ടികളുടെ പേര് പറഞ്ഞാൽ ഒരു ജോലിയായി. ജോലിയുടെ പേര് എന്തായിരിക്കും? ആ പേര്, രണ്ട് പെൺകുട്ടികളുടെ പേര്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല സുന്ദരിമാരെ അങ്ങനെ ഒരു തോന്നലാണ്. അറിയില്ല. ഓക്കെ. എന്തായാലും ഇവർക്കും പറയാൻ പറ്റിയിട്ടില്ല. ഉത്തരം ഇപ്പം പറയില്ല, നിങ്ങൾ കാണണം. നമസ്കാരമുണ്ട്. കാണുമ്പോ ഒരു കലാകാരനാണെന്ന് തോന്നിയിട്ടാണ് വന്നത്. ആയിക്കോട്ടെ. പാട്ടൊക്കെ പാടുവാ? പാട്ട് പാടലുണ്ട്. പിന്നെന്താ മിമിക്രി അങ്ങനെ എന്തെങ്കിലും? മിമിക്രി അങ്ങനെ ചെറുതായിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ടച്ച് വിട്ടായിട്ട് പാട്ടിലേക്ക് മാത്രമേ. പേരെന്താ? ശ്രീജിത്ത്. എവിടെയാ സ്ഥലം? ഇരുനാവിലാണ് സ്ഥലം. ഇരുനാവില്. ഏത് ട്രൂപ്പ് പാടുന്നുണ്ടോ? ട്രൂപ്പിലുണ്ട്. ഞാൻ മയ്യില് അധീന നാടക നാട്ടർ ജിജു. അപ്പൊ ഈ സീസൺ ടൈമിൽ ഒരുപാട് പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ കലോത്സവങ്ങളിൽ നാടൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറും കൂടിയാണല്ലേ? അപ്പൊ ഞാൻ വന്നത് ഒരു കുസൃതി ചോദ്യമായിട്ടാണ്. ചോദ്യം ഇതാണ്. രണ്ട് പെൺകുട്ടികളുടെ പേര് പറഞ്ഞാൽ ഒരു ജോലിയായി. രണ്ട് പെൺകുട്ടികളുടെ പേര് പറഞ്ഞാൽ ഒരു ജോലിയായി. എന്തായിരിക്കും? രണ്ട് പെൺകുട്ടികളുടെ പേര് പറ. അയൽവക്കത്തും നമ്മുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവുമല്ലോ. ഐഡിയ ഇല്ല. പേര് അറിയൂ? സ്മൃതി. അവിടെ മയ്യിൽ തന്നെയാണോ വീട്? എവിടെയാ? ഇരുന്നാവ് ഇങ്ങനെ ഭാഗത്തില്ല. ഓക്കെ. മോളുടെ പേര്? ഓക്കെ. ചോദ്യം മനസ്സിലായില്ലേ? രണ്ട് പെൺകുട്ടികളുടെ പേര് പറയുക, അതിന് ആൻസർ പറഞ്ഞാല് ക്യാഷ് പ്രൈസ് ഉണ്ട്. അതുപോലെ ആ പേര് ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും. നമുക്കൊരു പാട്ട് പാടിയാലോ? ഒരു 4 പേര് പാടിത്തരാം. തീർച്ചയായും. കലാമണിന്റെ ഒരു കലാമണി ഏതെങ്കിലും നാടൻ പാട്ട് പാടിത്തരാം. പാടിക്കോ. കണ്ടോ നാട്ടാരേ, കണ്ടോ എന്നാട്ടാരേ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതിക്കാലെ കൂരാന്നു പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോണേ. ഉമ്മ കൊടുക്കാണ്ട് അമ്മിങ്ങ കൊടുക്കാണ്ട് എന്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മ ഇതെങ്ങോ പോയി. കണ്ടോ നാട്ടാരേ, കണ്ടോ എന്നാട്ടാരേ, ഉണ്ണിടമ്മ ഇതെങ്ങോ പോയി. ഫാസ്റ്റ് സോങ് അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ഒരു മലയാളം സിനിമ പാട്ട്? ട്രെൻഡിങ് സോങ് വേണമെങ്കിൽ പാടാം. പുതിയ പാട്ട് ഏതാ പാട്ട് വരുന്നത്? പുതിയ നരിവേട്ടമുള്ള സിനിമയിലെ പാട്ട്. പുതിയ ഇതാണ് ഹൈദപ്പുറം.
എഴുതിയ പാട്ടാണ്. അതെ, ഒന്ന് പാടിയാലോ? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്നു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തീ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കണ്ണുത്തരങ്ങളുടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. അടിപൊളിയായിട്ടുണ്ട്, നന്നായി പാടിയിട്ടുണ്ട്. വലിയൊരു ഗായകനായിട്ട് അറിയപ്പെട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. അതുപോലെ കണ്ടതിൽ ഒരുപാട് സന്തോഷം, സപ്പോർട്ട് ചെയ്തതിൽ അതിലേറെ സന്തോഷം. നമുക്ക് കാണാം. യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. ചെറിയൊരു ചോദ്യം ആൻസർ പറഞ്ഞ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. പേര് പറയും? അഭിജിത്ത്. അഭിജിത്ത് എവിടെയാ? മലപ്പുറം. മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം ടൗണിൽ തന്നെ, ഏകദേശം മഞ്ചേരിക്കടുത്ത്. മഞ്ചേരിക്കടുത്ത്. സുജിത്ത്. നാട്? മഞ്ചേരി തന്നെ. മഞ്ചേരി തന്നെ. മഞ്ചേരി. എല്ലാരും മലപ്പുറക്കാരല്ലേ? ആരും? നാട്? മഞ്ചേരി. ആരും പാട്ടുകാരുന്ന ആളുണ്ടോ? മിമിക്രി അങ്ങനത്തെ ഒന്നും ഇല്ല? ആ, ഓക്കെ. ചെറിയൊരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ആലോചിച്ച് വെച്ചോ. 2 പെൺകുട്ടികളുടെ പേര് പറഞ്ഞാല് ഒരു ജോലിയായി. 2 സുന്ദരിക്കുട്ടികളുടെ ഈ പേര് എന്ന് പറഞ്ഞാൽ നല്ലൊരു സുന്ദരിക്കുട്ടിമാരുടെ പേരാണ് വരുന്നത്. ചെറുപ്പക്കാരികളാണ്. അറിയില്ല? വേറെ ഐഡിയ ഇല്ല? അങ്ങനത്തെ ഒരു ചോദ്യം ആദ്യമായിട്ടാണ്. ആണോ? ഇപ്പം നിങ്ങൾ എപ്പോഴാ വന്നേ? ഒരു അരമണിക്കൂർ ഉണ്ട് അല്ലെ? സ്ഥിരമായിട്ട് വരുന്ന ആളാണോ? അല്ല, ഇടയ്ക്ക് ഇടയ്ക്ക് വരാറ്. ആലോചിച്ചാ? അത് ജോലിന്റെ പേരല്ലേ? അപ്പൊ പെൺകുട്ടികളുടെ പേരെന്താ? ആശാശാരി അല്ലേ? അതാണ് ഒറിജിനല് അല്ലെ? ഇതെങ്ങനെ കിട്ടിയത്? കുറച്ച് ആലോചിച്ചപ്പോ കിട്ടി അല്ലെ? എന്തായാലും മുത്തപ്പ തിരുസന്നിധിയിൽ വന്നിട്ട് ഒരു ചെറിയ ക്യാഷ് പ്രൈസ് തരാം. അപ്പൊ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് താരം ഷാജി കണ്ണൂരാണ്. അപ്പൊ 40,000-ഓളം വീഡിയോ ടിക്ടോക്കിൽ ചെയ്ത ഷാജി കണ്ണൂരാണ് ഇതിന്റെ ചെറിയൊരു ക്യാഷ് പ്രൈസ് വരുന്നത്. അപ്പോ ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ്. എന്താണ് ഫീലിംഗ്? സാധാരണ കോപ്പ മറ്റേ ഗ്ലാസ് ഇതൊക്കെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, പോക്കറ്റിൽ ഇട്ട് നടക്കാൻ പറ്റില്ല അല്ലെ? ഇപ്പം ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഭണ്ഡാരത്തിലിടാം, അല്ലെങ്കിൽ ബസ്സിന് കൊടുക്കാം, ചായ കുടിക്കാം. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് ജോലി എന്ന് പറഞ്ഞില്ലല്ലോ? ഞാൻ വണ്ടിയുടെ ഷോറൂമിലാണ്. അവിടെ തന്നെ? മലപ്പുറത്ത് തന്നെ. ഞാൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെയിൽസ് അല്ലെ? അത് എയർപോർട്ടിൽ കോഴിക്കോട് ആണോ? ഓക്കെ, എല്ലാവരും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനലുകാരോട് ഒരു ടാറ്റ എന്തെങ്കിലും പറയാം. മലപ്പുറത്ത്